ഹലോ എവരിവൺ, എംപി ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് രണ്ടാം സെക്ഷൻ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അതുപോലെ തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഇന്ന് കോമൺ ആയിട്ട് അഡ്രസ് ചെയ്യാൻ വിചാരിക്കുന്നു. പല ക്വസ്റ്റ്യൻസും നമുക്ക് ഇൻഡിവിജ്വൽ റിപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒപ്പം തന്നെ ചില ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ഫോർമായിട്ട് കാണാൻ ശ്രമിക്കുക. ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് എംപി ക്ലൗഡ് ചാനൽ കാണുന്നതെങ്കിൽ എംപി ക്ലൗഡ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം ഫോർ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപി റിലേറ്റഡ് കോണ്ടന്റ്. എക്സാം റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ സബ്ജക്ട് റിലേറ്റഡ് ആയ വീഡിയോസും MBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ദെൻ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ, കെമാറ്റിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ജൂൺ 30-നാണ് കെമാറ്റ് എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അപ്പം ഇന്ന് മുതൽ നോക്കുവാണെങ്കിൽ 14-ാം തീയതി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി പറയുവാണെങ്കിൽ 2 വീക്സ് ടൈം, അപ്രോക്സിമേറ്റ്ലി 2 വീക്സ് ടൈമാണ് നമുക്കുള്ളത്. ഇത് 30 സൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും 2 ആഴ്ച 16 ദിവസത്തോളമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അഡ്മിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് ഇത് പറയുന്നത്. അഡ്മിറ്റ് കാർഡിന് എന്തെങ്കിലും കറക്ഷനൊക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഇനി പരീക്ഷയുടെ മറ്റു കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡ് റിലേറ്റഡ് കാര്യങ്ങളും മറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ മനസ്സിലാക്കാനായിട്ട് www.kerala.gov.in വെബ്സൈറ്റ് വിദ്യാർത്ഥികളുടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന നല്ലതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നേരിട്ട് ഇൻഡിവിജ്വലി അയക്കില്ല എന്ന് അവരുടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. നമുക്ക് നേരിട്ട് അയക്കുന്ന കാര്യമില്ല. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും മറ്റു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഡോക്യുമെൻ്റാണ് അഡ്മിറ്റ് കാർഡ്. എല്ലാവരും അഡ്മിറ്റ് കാർഡ് നിർബന്ധമായി പ്രിൻ്റ് എടുത്ത്, പ്രിഫറബിളി കളർ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. 16 ദിവസം കൂടെ 15 ദിവസം കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലേലിസ്റ്റ്, ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വർഷത്തിലേക്കും യൂസ്ഫുൾ ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ബേസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പരിധിവരെ കെമാറ്റിൻ്റെ എക്സാം പാറ്റേൺ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്നാലും ചില സെക്ഷൻസിലൊക്കെ മാറി ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വരും വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 70-80% സിമിലർ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതവണയായിട്ട് ചോദിക്കുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ 2-3 വർഷങ്ങളിലൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ പ്രത്യേകം ഒരു കാര്യം കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആപ്ലിക്കൻസ് ആർ റിക്വയർഡ് ടു ഫ്രീക്വൻറ്റ്ലി വിസിറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ദ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ആഫ്റ്റർ സ്ക്രൂട്ടണി, പബ്ലിക്കേഷൻ ഓഫ് അഡ്മിറ്റ് കാർഡ് എക്സെട്ര. അപ്പോൾ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കുക എന്ന് പ്രത്യേകം ഒരേ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ 30-ാം തീയതിയാണ് എക്സാം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിൻ്റെ ടൈം ഇപ്പോൾ നിലവിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. Now few frequently asked question, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ട് ചോദ്യങ്ങൾ നമ്മൾ ക്വിക്ക്ലി ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 സെഷൻസ് നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പം പലർക്കും ഉള്ള സംശയമാണ്, ഈ 2 സെഷനും അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ചിലർക്ക് സംശയം, ചിലർക്ക് ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 2ാം സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ സംശയം. സെക്കൻഡ് ഫസ്റ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ സംശയം. നിരവധി സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. രണ്ടും ഇൻഡിവിജ്വൽ ആണ്, രണ്ടും സെപ്പറേറ്റ് ആണ്. ഫസ്റ്റ് സെഷൻ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സെഷൻ എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല. ഫസ്റ്റ് സെഷനും അതുപോലെ തന്നെ കെമാറ്റ് ഫസ്റ്റ് സെഷനോ മറ്റ് സിമാറ്റോ ക്യാറ്റോ ഒന്നും ക്വാളിഫൈഡ് ആകാത്ത കാൻഡിഡേറ്റ് സംബന്ധിച്ചതിന് വേണ്ടിയാണ് ബേസിക്കലി കെമാറ്റിൻ്റെ സെക്കൻഡ് സെഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും എക്സാം ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഇപ്പോൾ 2 കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ബോത്ത് രണ്ട് എക്സാമിൻ്റെ സ്കോറിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു എക്സാം ആണ് സാധാരണ ഇമ്പ്രൂവ് ചെയ്യാണ്ട് പ്രോസസ്സും കെമാറ്റിൻ്റെ എക്സാം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അത് വെച്ച് അപ്ലൈ ചെയ്യുക. സെക്കൻഡ് എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് എക്സാം സ്കോർ വെച്ച് അപ്ലൈ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം, എല്ലാ കോളേജുകളും സെക്കൻഡ് എക്സാമിൻ്റെ കെമാറ്റിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യണം നിർബന്ധമില്ല. കെമാറ്റിൻ്റെ സെക്കൻഡ് എക്സാമിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യാത്ത കുറച്ച് കോളേജുകളും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്വാളിഫയിങ് മാർക്ക് നമുക്കറിയുന്ന പോലെ 72 മാർക്കാണ്. 10% 720 മാർക്ക്. അതുകൊണ്ട് 72 മാർക്കാണ് ക്വാളിഫയിങ് മാർക്ക്. കെമാറ്റിന് മാറ്റമില്ലാണ്ട് തന്നെ തുടരുന്നു. സിമാറ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയം, സിമാറ്റിലെ പെർസെൻറ്റേജിലാണ് അല്ലെങ്കിൽ NDA സ്കോർ എന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സിമാറ്റ് എഴുതിയ കാൻഡിഡേറ്റ്സ്. NDA സ്കോർ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് സ്കോറാണ്. അതായത് റിലേറ്റീവ് പൊസിഷൻ, മൊത്തം എഴുതിയ വിദ്യാർത്ഥികൾ നിങ്ങൾ എത്ര ശതമാനം ആയി വന്നു നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പെർസെൻറ്റേജ് സ്കോർ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അല്ല. സിമാറ്റിൻ്റെ സ്കോർ കാർഡ് നമുക്ക് മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട്
എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ആ MBA സ്കോർ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മാർക്കാണ്. അത് പെർസെൻറ്റേജ് ശതമാനത്തായിട്ട് കണക്കാക്കരുത്. അപ്പോൾ മാർക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് നിലവിൽ അതിൻ്റെ സ്കോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും 10% മാർക്ക് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ 10% മാർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പോസിബിലിറ്റി അതിലില്ലാത്തതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ പ്രസ്തുത ബോഡികളോ അത് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിക്കാം. നിലവിലുള്ള MBA സ്കോർ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മാർക്കാണ്. എത്ര പേര് നമ്മളെക്കാളും പുറകിലുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു പെർസെൻറ്റേജ് മാർക്കാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 60% പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാം എഴുതിയ 60% ആൾക്കാർക്ക് നമ്മളെക്കാൾ കുറവ് മാർക്ക് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി KMAT ശേഷമുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ്. നിങ്ങൾ പലരും തന്നെ മിക്കവാറും ഏതെങ്കിലും കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത ശേഷം KMAT എഴുതുന്ന നിരവധി വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയും ആപ്ലിക്കേഷൻ ഒന്നും ഫില്ല് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവിടെ KMAT-ന് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് ഇല്ല. അങ്ങനെ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ചെറിയ പ്രോസസ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും എല്ലാ കോളേജിലും നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൺസേൺ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോളേജുകൾ ഏതാണോ, നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി നിങ്ങളുടെ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ട് താല്പര്യപ്പെടുന്ന കോളേജ് ഏതാണെന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ അവിടെ നേരിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ KMAT-ൻ്റെ സ്കോർ വരുന്നതിന് മുമ്പും വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. കാരണം നിങ്ങൾ ഓൾറെഡി പലരും അഡ്മിഷൻ എടുത്താൽ അഡ്മിഷനെ കൺഫേം ചെയ്തൊക്കെ വെച്ചിട്ടുള്ള സീറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പല കോളേജുകളിലൊക്കെ ക്ലാസ് തുടങ്ങുന്ന സാഹചര്യം കൂടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ അവിടുത്തെ അഡ്മിഷൻ ടീമിനെ കോൺടാക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് KMAT എക്സാം എഴുതാൻ നിർബന്ധമില്ല. എക്സാം എഴുതി ക്വാളിഫൈഡ് ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആകുന്നുള്ളതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡിന് വെയിറ്റ് ചെയ്യാം. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഫൈനലി ചില കുട്ടികൾ ചോദിക്കുന്നു, 2025 ഇപ്പോൾ ഓൾറെഡി 2025 ഫൈനൽ ഇയർ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. 2025 പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫൈനൽ ഇയർ സെമസ്റ്ററൊക്കെ അല്ലെങ്കിൽ 7th സെമസ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2025 പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികൾ ഈ എക്സാംസ് ഏതെങ്കിലും എഴുതണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടിയുള്ള എക്സാംസുകൾ എന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 പാസ് ഔട്ട് ആകുന്ന ആൾക്കാർക്ക് വേണ്ടി ഓർത്തിരിക്കുക, അവർക്ക് വേണ്ടി ഏറ്റവും ആദ്യം വരുന്നൊരു എക്സാം CAT എന്ന് പറഞ്ഞ എക്സാമാണ്. CAT കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IIMs കണ്ടക്ട് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള എക്സാം യൂഷ്വലി നവംബർ മാസത്തിലാണ് നടക്കുക. അപ്പോൾ 2025 നവംബറിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് CAT അപ്ലൈ ചെയ്യാം. CAT-ന് ശേഷം നമുക്ക് 2026 ആയിട്ടായിരിക്കും അടുത്തൊരു നവംബർ 2024 ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. 2024 ഈ വർഷം നവംബറിൽ തന്നെ CAT എക്സാം ഉണ്ടാവും. അത് 2025 പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. 2025 അഡ്മിഷന് വേണ്ടിയാണ്. അതുപോലെ തന്നെ 2025 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമുക്ക് KMAT എക്സാം എഴുതും പ്രതീക്ഷിക്കാം. പിന്തുടർന്ന് CMAT ഒക്കെ പ്രതീക്ഷിക്കാം. ഇതാണ് 2025 അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ 2025 പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ട എക്സാം. അപ്പോൾ ഈ പറയുന്ന KMAT എക്സാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2024 സെക്കൻഡ് സെഷൻ KMAT എന്ന് പറയുന്നത് 2025 വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഒന്നുകിൽ 2024 പാസ് ഔട്ട് ആയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിന് പുറകോട്ട് 2021, 2022 പുറകോട്ട് വർഷങ്ങളിലൊക്കെ പാസ് ഔട്ട് ആയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് പറയുന്നതിന് പ്രസക്തിയില്ല, കാരണം ആപ്ലിക്കേഷൻ ടൈമെല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഫൈനലി ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ നിരവധി വീഡിയോസുകൾ നമ്മൾ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ബോക്സ് ചെയ്തേക്കുന്നുണ്ട്. ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിരവധിയായ വീഡിയോസുകൾ കാണാൻ സാധിക്കും. ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കൂടുതൽ വീഡിയോസ് കാണുക, പ്രിപ്പയർ ചെയ്യുക. Wish you the very best. Thank you so much. We will meet in another video.